ഇതുപോലത്തെ കൈക്കൂലി ആദ്യമായിട്ടല്ലേ കിട്ടുന്നത്? തുറക്കമായോ? ഇവിടെ 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 ഇരിക്കുവാന്ന് ഞാൻ വിചാരിച്ച് പുറത്തിരിക്കുവാന്ന്. എന്റെ പൊന്ന് സാറേ, അടിമപ്പൻ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഇന്നാണ് സാറേ കൺകുളിർക്ക ഒരു ഇടി കാണുന്നത്. ഞാൻ തന്നെയായി സാറേ, എന്റെ മനസ്സ് നിറഞ്ഞു. ഇനി എനിക്ക് മനസമാധാനമായിട്ട് അവിടെ കുത്തിയിരുന്ന് കച്ചവടം നടത്താം. ഒതുക്കിപ്പോയി സാറേ, ഒതുക്കിപ്പോയി. ഇന്നത്തോടെ വാസു ഒടുങ്ങി മടങ്ങി ചുളുങ്ങി മടങ്ങി ചളങ്ങിയിരിക്കാണ് എന്റെ കൈ. എന്തൊരു വേദന. എന്നാലേ ചൂടോടെ ഇത് ഓരോന്നോട്ട് പിടിപ്പിച്ച എല്ലാ വേദനയും പമ്പ കിടക്കും. ഇത് വിസ്കിയല്ലേ? ഇതേ കിട്ടിയുള്ളൂ സാറേ. വേറെ വല്ലതുമാണെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു. തന്റെ കട അടച്ചോ? ഇന്നു മുതൽ അതെന്റെ കടയല്ല. അല്ല, അത് വിറ്റ. അതിനു മുമ്പ് ഒരു വാക്ക് നിനക്ക് എന്നോട് പറയായിരുന്നു. അതല്ല സാറേ, ഇന്നു മുതൽ അത് നിങ്ങളുടെ കൂടെ കടയാ. ഇത് ഏത് സമയത്തും എപ്പോഴും ധൈര്യമായിട്ട് കയറി വന്ന് വയറ് നിറയെ എന്ത് വേണമെങ്കിലും മേടിച്ച് കഴിച്ചോളണം. ഇന്നു മുതൽ നമുക്ക് ഇവിടുത്തെ കുക്കിംഗ് നിർത്താം. എടാ, അതൊക്കെ കുട്ടപ്പൻ വെള്ളത്തിന്റെ പുറത്ത് പറയുന്നതാ. നീ അത് കേട്ട് അവിടെ ചെന്ന് ഓസിൽ ഞണ്ണാൻ നിൽക്കരുത്. എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞു, അതുകൊണ്ടാ പറയുന്നത്. ഓ, നല്ല എരു. ഇത്തിരി പുട്ടുകൂടാ. സാറേ, സ്വന്തം വയറ്റിനോട് വല്ല വൈരാഗ്യമുണ്ടോ? ഇത്ര ആക്രാന്തത്തോടെ വെട്ടി വിഴുങ്ങുന്നു. 2 ചായ കൂടി. എന്തിനാ സാറേ കയ്യിലെ കാശും കൊടുത്തിട്ട് വെറുതെ വയറ്റിന് ദേനക്കേട് ഉണ്ടാക്കി വെക്കുന്നേ? കയ്യിലെ കാശോ? താനല്ലേ ഇന്നലെ പറഞ്ഞു സ്വന്തം കട പോലെ കരുതിക്കൊള്ളണമെന്ന്? കരുതാനല്ലേ പറഞ്ഞുള്ളൂ, സ്വന്തം ആക്കാൻ പറഞ്ഞില്ലല്ലോ. അപ്പോ ഫ്രീ ആയിട്ട് തിന്നോളാൻ പറഞ്ഞതോ? ഞാനങ്ങനെ വെള്ളത്തിൽ വെറുതെ പലതും പറയും. അത് കേട്ട് ആയുഷ്കാലം വരെ ഓസിന് എണ്ണാമെന്ന് കരുതിയോ? കാശെടുക്ക് സാറേ. എനിക്ക് വേണ്ടട്ടോ. അയ്യോ, പോയല്ലേ? എല്ലാം പോയല്ലേ? സാരമില്ല. ഇപ്പോ എത്ര ഉണ്ടെങ്കിൽ നിൽക്കാം? ഒരു 100. താൻ ചോദിച്ചത് മുഴുവൻ തന്നാൽ ഞാനൊരു മണ്ടനാണെന്ന് താൻ കരുതും. അതുകൊണ്ട് 100 വേണ്ട, 90 മതി. എന്നെ തിട്ടപ്പെടുത്തിരിക്കേ. ഐ ആം PP ഗോൾഡ് ഗോപാലൻ, എന്ന് വെച്ചാൽ പരോപകാരി ഗോൾഡ് ഗോപാലൻ. ഒരു ദിവസം ഒരാൾക്കെങ്കിലും ഉപകാരം ചെയ്യാന്നുള്ളതിന്റെ വീക്ക്നെസ് ആണ്. മാത്രമല്ല, എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അവരുടെ അന്ത്യാഭിലാഷമായിരുന്നു ഞാനൊരു പരോപകാരിയായി തീരണമെന്ന്. വരട്ടെ സഹോദര, കാശ് സൂക്ഷിച്ചോളൂ. ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ഒരാളെ സഹായിക്കുള്ളൂ. വരട്ടെ. വിളിച്ചോ? ഹാ. കസരവിടെ. അതെ. താൻ പിച്ചക്കാരനാണല്ലേ? ആണെങ്കിൽ അല്ല, ആണെങ്കിൽ പിച്ച തരാലോന്ന് വിചാരിച്ച് ചോദിച്ചതാ. പിച്ചച്ചേട്ടൻ ക്ഷമയില്ലേ? ഇവിടെ പല പാർട്ടിക്കാരും മാറി മാറിയുള്ള ഭരണം കാരണം ഇപ്പൊ പിച്ചക്കാരനാരാ സാധാരണക്കാരനാ അത് തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയായി. എല്ലാവരും മൊത്തം ടോട്ടലായിട്ട് തെളിച്ചില്ലേ? എനിക്കൊരു മരമണ്ണം തന്ന് ഭിക്ഷ ഒരു ചെയർ താഴെ എടുത്തോ. ഭയങ്കര തെണ്ടി, നീ എന്നെ പറ്റിച്ചു. പോമർത്തടാ, വഴിന്ന് മാറ കാട്ടുവന്നി. വഴിന്ന് മാറി തരോടെ, എന്നിട്ട് ഞാൻ നിന്നെ അകത്താക്കും. അകത്താക്കാൻ ഞാൻ എന്റെ കോഴിയുടെ അനിയനോ? വഴിന്ന് മാറില്ല നിന്നെ വണ്ടി കയറ്റി കൊള്ളില്ല. എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് കള്ള് മേടിച്ച് കുടിച്ചിട്ട് നീ എന്നെ വണ്ടി കയറ്റിക്കൊള്ളു അല്ലടാ? കൊല്ലടാ, കൊല്ല്. അയ്യോ, ധൈര്യം ഉണ്ടെങ്കിൽ കൊല്ലടാ. എന്നെ കൊന്നാലും ഞാൻ എന്റെ പണം വാങ്ങിട്ടേ പോവും. അങ്ങനെ ഗോൾഡ് ഗോപാലിനെ പറ്റിക്കാൻ ആരും നോക്കണ്ട. കൊല്ലടാ, കൊല്ല. വഴിന്ന് മാറിക്കടാ. ഓടാ പുല്ലേ. ഇത് ഒരു സ്ഥിരം നമ്പറാ. ഇപ്പൊ കിട്ടാപ്പ ഞാൻ വന്നതാ.
പോയോ? പോലീസുകാരെ കൊണ്ടുപോയോ? അയ്യോ എടാ, ഞാൻ ഇന്ന് ഡയറി കുറിച്ചിടുകയാണടാ. 90 രൂപ ഞാൻ ഗോൾഡ് ഗോപാലാണ് തിരിച്ചു മേടിക്കൂടാ. അധ്വാനിച്ച കാശാനടാ തണ്ടി, ഞാൻ വായിക്കൂടാ. ഞാനിത് തിരിച്ചു മേടിക്കും. ഓ അണക്കൂട് കൂട്ടി.